കുഞ്ഞാറ്റേ കരയല്ലേ കരയല്ലേ താലോലം പാടിടാം ചിരി തൂകി കളിയാട് കുഞ്ഞുവാവേ എൻ്റെ പൊന്നാരവാവേ താലോലം 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 ഉറങ്ങൂ നീ കുഞ്ഞുവാവേ എൻ കരളിൻ കനിയല്ലേ വാപ്പാൻ്റെ പൊന്നല്ലേ ഉമ്മാൻ്റെ തേനല്ലേ ആശയാലഹദവൻ കനിഞ്ഞ മുല്ലേ ഉളിലെങ്കും കുഞ്ഞാറ്റേ. ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ തുടങ്ങാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിക്കാണ്, വരാറായിട്ടുണ്ട്. സമയം 3 മണിയായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇനി ചായ വെക്കണം. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്തപ്പോൾ പറയുക, എൻ്റെ സൗണ്ടല്ലേ നിങ്ങൾ കേൾക്കണുള്ളൂ. അപ്പോൾ ചിലവർ പറയുന്നുണ്ട് എല്ലാവരും വോയിസും കേൾക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. കമൻറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞത് തന്നെ പറയാണ് ആ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വർത്താനം കേൾക്കണ്ടേ. പിന്നെ എന്തപ്പോൾ പറയുക, എൻ്റെ പണികളും കാണുന്നുണ്ട്, എന്തപ്പോൾ വർത്താനമൊക്കെ പറയുക. അപ്പോൾ എല്ലാവരും വർത്താനം കേൾക്കാമല്ലേ. അപ്പം ഞാൻ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരട്ടെ. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി. അന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ 4 പേര് പഠിച്ചതാട്ടോ ഞാൻ. അങ്ങനെ പിന്നെന്താ, ഇനി കുട്ടികളൊക്കെ വരട്ടെ, നമുക്ക് വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ കേൾക്കാം. അങ്ങനെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. വന്ന വശം എന്താ തിന്നാനാ ചോദിക്കുന്നത്. എന്താ വേണ്ട എനിക്ക്? പറ, എന്താ വേണ്ട? ചോറുണ്ട്, ദോശമാവുണ്ട്. ദോശ ഉണ്ടാക്കിയെന്നാ? പിന്നെന്താ? നാളികേരം പഞ്ചസാര. അത് മതിയാ? അത് മതി തരാം. അതെന്തിപ്പോൾ ഇത് ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ കുഞ്ഞോളെ. ആ, ഞാൻ മായ്മുട്ടിക്കാട് കടയിലാണ് പോയി നിന്നോ? മായ്മുട്ടിക്കാട് കടയിൽ അവിടെ പോയി നിന്നോ? ബിസ്ക്കറ്റ് ഒരുപാടുണ്ട്. എന്നും ബിസ്ക്കറ്റ് തിന്നാൻ പാടില്ല. എന്ത് ദോശ ചുട്ട് തന്നെ തിന്നാ? നാളികേരമൊക്കെ ഇട്ട് ഇത്തിരി പഞ്ചസാരൊക്കെ ഇട്ട് ചുരുട്ടിയിട്ട് ഇത് തിന്നണ്ടെന്നോ? ചോറ് മതിയാ? എന്നാ ഉപ്പച്ചോട് പറഞ്ഞോ. എന്നാ വരുമ്പോ പറയാനില്ലേ എനിക്ക്? അപ്പൊ എന്താ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് കുറച്ച് കാശ് റെഡിയാക്കണം. ഈ കരയിപ്പിക്കണ്ട കണ്ട തിരിച്ചക്കനത്. ഈ എന്തിനിപ്പോ കരയിപ്പിക്കണേ? ദാദാ പറഞ്ഞിട്ട് അന്ന ഞാൻ കരയിപ്പിക്കണ? വണ്ടി എടുത്തിച്ച് എന്ന് ബിസ്ക്കറ്റ് വേണം പറഞ്ഞിട്ട് മേടിക്കാന്. ഇക്കൊക്കെ എന്താ അവിടെ ദോശമാവ് ഇരിക്കുന്നുണ്ട്. ആ, അത് ഈ പെണ്ണിനെ പറ്റില്ല. വേണ്ട തിന്നണ്ടോള്. സ്കൂളിൽ 4 പ്രാവശ്യം കൊണ്ട് ഞാൻ ഒരുമിക്ക് 2 പ്രാവശ്യം വീണ്ടാ. ആ മഴ പെയ്യുമ്പോ കൈ എത്തിട്ട് ആ മറ്റേ ഇതില്ലേ സ്ലൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ ഇതായി ഇല്ലടി. ലാസ്റ്റിക്ക് ആ ദേശിക്ക് പൈസന്റെ മെത്തില് വണ്ടി വന്നിട്ടുണ്ട്. ഈ മറ്റേ ഇതാക്കിട്ട് ഇല പൊട്ടിക്കണം. അപ്പൊ ഒരു സ്കൂൾ വണ്ടിയിൽ വന്നോട്ടെ, എന്തിനാ വിളിക്കാൻ പോണേ? അത് ഉന്തി തള്ളി തിക്കുന്ന തിരക്കിൽ വരട്ടെ. എന്നാലേ പഠിക്കുള്ളവര്. ചായ ഉണ്ടാക്കിണ്ട്. 3 മണി 3:30 ആവത്തിന് ഇവിടെ ചായ കിട്ടിയില്ലെങ്കിണ്ടല്ലോ. ദോശ ചുടണം. ആ മുടിയൊക്കെ ആകതായിട്ട് കിടക്കുന്നു. എല്ലാ ഉളന്മാരും എന്തെങ്ങനെ ചൊവ്വാഴ്ച വരുന്നേ? ചൊവ്വാഴ്ച മുടി വെട്ട് കട തുറക്കില്ലേ? ചായ തരാം. കട്ടൻ ചായ അല്ലേ? ആ തരാം.
മാർക്ക്. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. എങ്ങാണ്ട് മച്ചി വാരിയരാ, 3 ആൾക്കും വാരിയരാ. എൻ്റെ മോള് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി. അത് വിശന്നിട്ട് ആവശ്യമായിട്ടാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്നും തിന്നില്ല. ആകെ 2 പേർക്ക് ചോറാ കൊണ്ടുപോകണം. വിശക്കുണ്ടടാ. കുഞ്ഞാളാത്ത ബിസ്ക്കറ്റ് കിട്ടില്ല. വിശന്നിട്ടൊക്കെ ഇരിക്കണ്. സെക്കൻഡ് താത്ത ചോർന്നിട്ടില്ലല്ലോ. താത്ത ചോറിന്ന് പോയിട്ട് ഇതെന്ത് സ്വഭാവ? താത്താടെ ചോറൊക്കെ പോയിട്ട് ആകെ 2 പേറ്റാ തിന്നിട്ടുള്ളൂ. എന്തെങ്ങനെ ഇക്കങ്ങോട്ട് നോക്കിയേ. അവൾക്ക് സെക്കൻഡ് കൊടുത്തേന്. കഴിക്ക്. അവൾക്ക് സെക്കൻഡ് കൊടുത്തേന്. ഭയങ്കര കുശുമ്പണ്ണട്ടാ. ഇങ്ങനത്തെ സ്വഭാവം പാടില്ല കേട്ടോ കുഞ്ഞോളെ. ഇതൊക്കെ ഇത്തിരി ഓവറാ. ഈ ഉച്ചയ്ക്ക് ചോറൊന്നുമില്ലേ? താത്താടെ ചോറൊക്കെ പോയി, തിന്നാൻ പറ്റിയില്ല. അതാ ചായ കുടിച്ചാ? എന്താ പെൻസിലാ? ആ സ്ലേറ്റിലേതാ? ഇവർക്കിപ്പോ പ്രാന്താ. വെറുതെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കളയാനാ. ഇപ്പൊ എന്തിനാ മേടിച്ചു കൊടുത്ത്? അതല്ല, ഉണ്ണി കൊള്ളുന്ന പെൻസിൽ എന്തോ ഇരിക്കുന്നു. എന്നിട്ട് എന്തിനാ ഇപ്പൊ മേടിച്ചു കൊടുത്ത്? സ്ലേറ്റ് കടലാസ് പെൻസില് അന്ന് ഉണ്ണി കൊടുന്ന എന്തോരാ. എന്നിട്ടുണ്ട് ഉപ്പാനെ കൊണ്ട് പെൻസിൽ മേടിപ്പിച്ചു. തെളിച്ചില്ല അത്ര മാമ പറഞ്ഞത്. ഇവരൊക്കെ എന്താ ഇവരിങ്ങനെ? മമ്മൂക്കയുടെ സിനിമ ഉപ്പാൻ്റെ പോവാ. ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മേടിക്കുക പണി. ഇപ്പൊ ഒന്നും മേടിച്ചു കൊടുക്കണ്ട. ആ എത്ര സ്ലേറ്റ് പെൻസിൽ എന്നിട്ടുണ്ട് ഒരു പെട്ടി പെൻസിൽ മേടിച്ചേക്കും. ആ അവന്റെ വാക്ക് കേക്കണ്ട. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ കാശ് കൊണ്ട് കളയാ. മുടി വരുന്നുണ്ട് പിന്നീട്. മുടി കുറവാ ഗൈസ് കാക്ക്. ഇതെന്തൊക്കെ ഇതിന്റെ പേര്? ഉറക്ക വർത്താനം പറഞ്ഞിട്ട് റോസ്മേരി വാട്ടർ. എന്താ റബ്ബിന്റെ ചെവി പൊട്ടിയിരുന്നു. അത് കാണുന്നവരൊക്കെ ചെവി പൊട്ടിണ്ടാവും. അല്ലെങ്കിൽ ഇക്കാക്ക് ഉറക്ക സംസാരിക്കൊക്കെ അറിയില്ല. വീഡിയോയില് മെല്ലെ പറയുള്ളൂ. കുട്ടികളെ ചീത്ത പറയാനും എന്നെ ചീത്ത പറയാനും ഉറക്ക. അതെ വെളിച്ചെണ്ണ മേടിക്കോ? ഇക്ക വിളിക്കാ. ഞാൻ കട പറഞ്ഞല്ലേ വെളിച്ചെണ്ണ വാങ്ങാൻ. ഇന്നലെ എന്നല്ല, ഞാൻ ഇന്നാ പറഞ്ഞിക്ക കച്ചവടത്തിന് പോകുമ്പോ. ഞാൻ വിളിച്ചതല്ലേ. അപ്പൊ ഇങ്ങോട്ട് വരിക പറഞ്ഞു. മണൊന്നുമില്ല. അത് എന്താ മണം? ഒരു മണവും ഇല്ല. എന്ത് ഡ്രസ്സ് ചൂരടിച്ച് നോക്കണ്. ആ സ്പ്രേ കുറഞ്ഞില്ലേ അളിയേ? ഇട്ട് പൂശങ്ങട്. എന്താ ഇന്നലെ എന്താ പറഞ്ഞിക്ക? ഉണ്ണി വന്ന പിന്നെ ഇവിടെ സ്പ്രേയുടെ മണ അത്ര നല്ല മണല്ലേ? ആ ബാത്റൂമിലെ കൊണ്ട് എന്റെ റബ്ബി. കാശുണ്ടാ? കാശുണ്ടാ? യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനം കിട്ടട്ടെ.
പക്ഷെ അത് കിട്ടിട്ട് മരിച്ചു കാണും. അയ്യോ മരിക്കേ. അല്ല എനിക്കിത് കിട്ടുന്നേ നമ്മളൊക്കെ 10-70 പൈസ തേങ്ങ കിട്ട. അയ്യോ അയ്യ. അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് ചോലത്തിന്റെ വരുമാനം കൊണ്ട് ഒരു മാസത്തേക്ക് ജീവിക്കുന്നത് നടക്കുന്നത്. അള്ളാക്കറിയാം. എനിക്കൊന്നും തോന്നണില്ല കേട്ടോ. എന്നാലും നമുക്കൊരു ഇതിലിടുക. കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ, അതിന് വേണ്ടിട്ട് ഇടുക. ഉണ്ണിമോളെ കല്യാണം ആകുമ്പത്തിന് കിട്ടിയാൽ മതി. ഇവിടുന്ന് എടുത്ത ചില്ലറ എടുത്തോണ്ടയ്യാ. ഒരു 50 ഉറുപ്പിന്റെ കയ്യിൽ തരില്ല. എടുത്തു. പിന്നെ എന്തിനുണ്ട്? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന 100 ഉറുപ്പ് എടുത്തിട്ട് കൊടുത്ത്. ഇന്ത്യക്ക് പോകുമ്പോ 100 ഉറുപ്പില്ല തന്നെ. കച്ചവടത്തിന് പോകുമ്പോ മീൻ മേടിച്ചോ പറഞ്ഞിട്ട്. അതെ, വെളിച്ചെണ്ണ മാത്രമൊന്നല്ല. ഇതാ പോണു കണ്ട മടക്കാൻ ഇങ്ങോട്ട് വായോ. അപ്പൊ പോയി. മെസ്സേജാ വാട്സപ്പിലാ. ഇപ്പൊ എങ്ങടെ പോണ്? ക്ലബില് പോയിരിക്കാൻ പോവാ. 5:30 ഓക്കെ. അങ്ങനെ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചു കൊടുത്തത് മേടിച്ച് കൊടുത്തിട്ടൊക്കെ. വെളിച്ചെണ്ണ വാങ്ങിയിട്ടുണ്ട്, ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കഴിഞ്ഞൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഇക്ക ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുഞ്ഞോള് പഠിക്കുക. പഠിപ്പ് കഴിഞ്ഞാ? ആ, എന്താ കളർ അടിക്കുക? പഠിക്കുക. ദിവസം ഒക്കെ എഴുതി പഠിക്കുക. സ്പെല്ലിങ് പറഞ്ഞേ പഠിക്ക്. അങ്ങനെ അതെ, 8:30 വരെ ശരിക്കും ട്യൂഷൻ. ഇക്ക 8 മണിയാകുമ്പോ വിളിച്ചോണ്ടിട്ടുണ്ട്. ഇക്ക പരീക്ഷയാണ്. പരീക്ഷ എന്താ അവർക്ക് എന്തേ പിന്നെ ഈ പരീക്ഷയ്ക്ക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട്? എന്താ യോഗ രക്ഷപ്പെട്ടിട്ട് ചവിടുത്ത ഈ പിള്ളേര് വിശന്നിട്ട് അവിടെ പോയിട്ട്. അപ്പൊ ദോശ തിന്നിട്ടല്ലേ പോയേക്കണ്. ഉച്ചക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു 8. അതെ, ഇനി നാളെ വേറെ കാര്യം ചെയ്യാം. എന്നാ ആ കുട്ടിക്ക് ഇമ്മടെ ആരത്തിന് വേണ്ടിട്ട് അല്ല തീരുമാനത്തോണ്ട് ഇന്നെ വിളിച്ചു. ഞാൻ അവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ വിളിച്ചോണ്ട് കൊടുക്കില്ലേ? പൈസ കൊടുത്ത് ഞാൻ മിഠായി മേടിക്കുള്ളൂ. അല്ലെങ്കിൽ പൈസ നമുക്ക് മറ്റേ ബുക്കിന്റെ ഇടയിൽ എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷെ എനിക്ക് നല്ല വിഷമമായി. എന്ത് പറയാ? അറിയണ്ടേ? അതിന് മിഠായി എന്തിനും മേടിച്ച് തിന്നാനേ പറ്റുള്ളൂ. അവിടെ അടുത്ത് കടയില്ലേ? വേറെ അവിടെ അടുത്ത് ഹോട്ടലൊന്നും ഇല്ല. വേണ്ട, വാപ്പിച്ച് മേടിച്ചു നോക്കില്ലേ? അതിന് ഇവിടുന്ന് ഫോണുണ്ടാ? ടീച്ചർമാരാർത്തേലും എന്റെ നമ്പർ എന്റെ നമ്പർ പോലെ വാപ്പിച്ചിന്റെ നമ്പർ കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് വാപ്പിച്ച് എവിടേക്ക് മേടിച്ചു നോക്കും. അല്ലെങ്കിൽ മാമില്ല ഇവിടെ. ഉച്ചക്ക് ചോറുന്നില്ലാന്ന്. അല്ലെങ്കിൽ ചോറിന് ഇഷ്ടല്ല. ആകെ 2 പേറ്റ ഒന്നും ഇല്ലത്. അല്ല അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള കണക്കിന്. അപ്പത്തേക്ക് ചോറിന് മടിയാ. അവർക്ക് ബിസ്ക്കറ്റോ വല്ല മുറുക്ക് അതൊക്കെ തിന്നു. നെയ്യൊക്കെ ആണേ അത് തിന്നു. മതിയായില്ല. മാവ് കഴിഞ്ഞു. നെയ്യ് തടി വെക്കേ. നല്ലതൊക്കെ തിന്നാ മതിയേ. അപ്പൊ ഈ മറ്റേ മുട്ട അങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്ത് കൊടുക്കാൻ? മുട്ട ചോറിൽ വെച്ച് കൊടുക്കുമ്പോഴേ ഈ പറഞ്ഞില്ലേ മുട്ട പൊരിക്കാതെ നാടൻ മുട്ട മേടിക്കാന്നിട്ട്. എവിടെ നാടൻ മുട്ട? എവിടെ? അപ്പൊ ഇക്കാക്ക് ഭയങ്കര വിഷമം. ഇക്കും ഉണ്ടിട്ട് അത് ചോറ് നിട്ടില്ല പറഞ്ഞപ്പോ അത് നേരത്തെ വിളിച്ചോണ്ടേ ചോറ് വാരി കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് അല്ലേ? ഇന്നത്തെ വിശേഷം. പരീക്ഷയാണ്. ഒന്നും എന്തെങ്കിലും പഠിച്ച ട്യൂഷന് പോയാലുള്ള പഠിപ്പ് തന്നെ. അവിടെ ഇരുന്ന് ബുക്ക് എടുത്ത് തുറന്നു നോക്കണില്ല. ഇത് നാളെ EVS അത് പഠിക്കണമൊന്നുമില്ല. പുളിങ്ങാക്കൂര് തിന്നിട്ട് നടക്കുക. ഇല്ല, വിളിക്കില്ല. 1-ാം ക്ലാസ്സിലേക്കില്ല. ഇവിടെ കഴിഞ്ഞില്ല. ഞങ്ങടെ 1-ാം ക്ലാസ് ഇല്ല എന്നാ പറഞ്ഞു ഉസ്താദ്. നോക്കി നോക്കട്ടെ. നാളെ ഉണ്ടാ? ഇപ്പൊ എഴുതി പഠിച്ച പോയിട്ട്. ഇന്നത്തെ വിശേഷം ഇത് ഇപ്പിച്ചിയുടെ പൊന്നാ അമ്മച്ചിയുടെ പൊന്നാ? കുട്ടീനെ കൺഫ്യൂഷൻ ആക്കാൻ. അല്ല ഒരു മിനിറ്റ്.
കൂടുതലായിരുന്നു ഇഷ്ടം രണ്ടാളുള്ള കാരണല്ല അങ്ങനെ പറയണേ അല്ലെങ്കിൽ ഇപ്പിച്ചല്ലേ പറയാറ് ഉമ്മച്ചി വയ്ക്കണ പിന്നെ പിശാചിന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷം എത്ര ഉള്ളു കേട്ടോ. ഇങ്ങനെ തന്നെ കുട്ടികളാണ് കിട്ടിയതിനെ ഉമ്മച്ചീനെ ഇഷ്ടം ഉപ്പച്ചീനെ ഇഷ്ടം ചോദിച്ചിട്ട് നിൽക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ഇടുക. കമൻറ്റിനൊക്കെ റിപ്ലൈ ഞാൻ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വീഡിയോയിലെങ്കിലും ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.